ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു കർത്താവിൻ്റെ ആ ജനനത്തെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള കാര്യങ്ങൾ ഓർപ്പിക്കുമ്പോൾ, യേശു കർത്താവിൻ്റെ ജനനം BC 5-4 ഇടയ്ക്കാണ്, നൂറ്റാണ്ടിലാണ്. കഴിഞ്ഞ വർഷങ്ങൾ ബേത്ലഹേമിലും ഈജിപ്തിലുമായിട്ട് നസ്രയത്തിലുമായിട്ട് കഴിഞ്ഞു. AD 9 യേശുവിൻ്റെ ദേവാലയ വിസിറ്റ്. AD 26, 27, 28, 29, 30 അതിൻ്റെ മിനിസ്ട്രി ഏറ്റവും 28, 29, 30 യേശു കർത്താവിൻ്റെ മിനിസ്ട്രി നടക്കുന്നു. അപ്പോൾ യേശു കർത്താവിൻ്റെ മിനിസ്ട്രിയെ പറ്റി പറയുമ്പോൾ 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, ഹെരോദാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ടും അവന് യെരുശലേമൊക്കെയും ഭ്രമിച്ചു. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി. ക്രിസ്തു എവിടെയാവുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദയിലെ ബേത്ലഹേമിലെ തന്നെ. യഹൂദ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രമുഖന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ളവൻ തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ബേത്ലഹേം തലസ്ഥാനമായത്, അത് വലിയ ഒരു ഇസ്രായേലിൻ്റെ തലസ്ഥാനമായത് വലിയൊരു ദൈവ നിയോഗമാണ്. അത് പ്രസിഡന്റ് ട്രംപിൻ്റെ ശക്തമായ ഇടപെടലുകളിൽ വളരെ ശക്തമായി അതിൻ്റെ ആ പ്രവർത്തനങ്ങൾ, ആ മേഖലകൾ വരുമ്പോൾ അത് ഓരോ സ്ഥലത്തിനും അതിൻ്റെ പ്രാധാന്യമുണ്ട്. ഏത് സ്ഥലത്തിനും അതിൻ്റെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തിനും എനിക്ക് നിങ്ങൾക്കുമുള്ള നമ്മുടെ ജന്മസ്ഥലം, നമ്മുടെ വളരുന്ന സ്ഥലം, നമ്മുടെ മുഖാന്തരങ്ങൾ, അതെല്ലാം അതിൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു ഭയമാണ് സംഭവിച്ചിരിക്കുന്നത്. ഹെരോദ രാജാവ് ഭയപ്പെട്ടു പോയി. 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാറെ ഹെരോദ വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു. നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീനെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു. വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. വിവേചനപരത്തോടുകൂടി പ്രവർത്തിച്ച ആ ഇടയന്മാരെ പറ്റി ഓർക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് അനുസരിച്ച് മുൻപോട്ട് പോകാൻ. കാരണം ഹെരോദാവ് ദുരുദ്ദേശത്തിൽ അവിടെ പോകാമെന്ന് പറഞ്ഞു. ദുരുദ്ദേശമില്ലാതെ ആ നല്ല ദുരുദ്ദേശമാണെന്ന് ദൈവാത്മാവ് ഇടയന്മാർക്ക് പ്രത്യക്ഷമാക്കി കൊടുത്തു. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് നൽകുന്നത്. കർത്താവായ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ യാത്രകളിൽ നക്ഷത്രം കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന ആ യേശു കർത്താവിൻ്റെ ആ സ്റ്റാർ കണ്ടുകൊണ്ട് സന്തോഷിച്ചവർക്ക് പൊന്നും ഒരു കുന്തിരിക്കവും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. ആ തുടർന്നുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി, ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രി തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു മിസ്രൈമിലേക്ക് പോയി. ഹെരോദാവിൻ്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തിയെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാവുവാൻ സംഗതി വന്നു.
വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിന് ഒത്തവണ്ണം 2 വയസ്സും താഴെയുള്ള ആൺകുട്ടികളെയൊക്കെയും ബെത്ലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു. അവർ ഇല്ലായാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു എന്ന് യെരമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവൃത്തിയായി. എന്നാൽ ഹെരോദാവ് കഴിഞ്ഞുപോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ മിസ്രയീമിൽ വന്ന് യോസെഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ, മരിച്ചുപോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് വന്നു. എന്നാൽ യഹൂദിയിൽ അർക്കലിയോസ് തൻ്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു. സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. അപ്പോൾ യേശു കർത്താവിൻ്റെ താമസവും യാത്രകളും യോസെഫിന് പ്രത്യക്ഷനായതുമൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ കുഞ്ഞിനെപ്പറ്റിയുള്ള ഒരു വിവരണം അറിയാൻ സാധിക്കും. ഒരു ദൈവീയമായ നന്മ വരുമ്പോൾ എന്ത് കഷ്ടം സഹിച്ചു ആ കുടുംബം, എന്ത് ത്യാഗം സഹിച്ചു. നമ്മൾക്ക് ത്യാഗത്തിലൂടെ, കഷ്ടത്തിലൂടെ മാത്രമേ വലിയൊരു നന്മ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, യേശു കർത്താവിൻ്റെ ജനനവും അതിൽ ഇടപെട്ട സ്വർഗീയ ഇടപെടൽ എത്രയോ ഉന്നതമായിരുന്നു. അത് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിലും വരുന്ന കഷ്ടപ്പാടുകളെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ, ദൈവസാന്നിധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഇത് വലിയ അനുഗ്രഹമാക്കി കൊള്ളണം. പരിശുദ്ധാത്മാവ് അവരെ അനുഗ്രഹിച്ചുകൊള്ളണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.